കാട്ടിൽ കയറുമ്പോൾ കാണുന്നത് കുറ്റിമരങ്ങൾ, പാമ്പിനെ കാണുന്നില്ല, ആനയെ കാണുന്നില്ല. JCB ആണ് പണിയെടുപ്പിക്കുന്നത് അവിടെ. ഇതൊക്കെ അഭിനയിക്കാൻ ഒക്കുമോ? അപ്പോൾ ഇതൊരു സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമല്ല. കൂടിയാട്ടം കഴിഞ്ഞാൽ ഈ കഥകളി എന്നത് മറന്നിട്ട് ഒരു അപ്ലാസ്, തൽക്കാലം ഒരു അപ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ചില അഭിപ്രായങ്ങളാണ്. ഞാനിന്ന് ഉണ്ണികൃഷ്ണാശാനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അതിൽ മെമ്പറാണ്, ആ ഗ്രൂപ്പിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം മേളത്തെക്കുറിച്ചേ സംസാരിക്കാറുള്ളൂ, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഇടപെടാറില്ല. കലാകാരന്മാർ പൊതുവെ ഇടപെടരുത് എന്നുള്ള പക്ഷക്കാരാണ് ഞാൻ. ഒരു അറിയപ്പെടുന്ന കഥകളി നടനല്ലാത്തത് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ പറയാം, അവരോട് എൻ്റെ അഭിപ്രായം എഴുതുകയും ചെയ്യാം. ഞാൻ ചുരുക്കം പറഞ്ഞ ഇതാണ്. ഇപ്പം ഇന്ന് എന്ത് വേണമെങ്കിലും കഥകളി അരങ്ങത്ത് കാണിക്കാം, നാടകവും ബാലയും ഒക്കെ കാണിക്കാം എന്നുള്ള രീതി അധികം താമസിയാതെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ജാഗ്രതായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നളചരിതം വരാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് കല്യാണ സൗന്ദര്യം വരാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് സന്താനഗോപാലം വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ട് സദസ്സിലിരിക്കുക. വലിയ താമസമില്ല, അതിന് 4-5 വർഷം മാത്രം മതി. മനോജിന് ഒരു ചെറിയ വിഷാദം ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായി കാണും. എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞത്, അത് വിഷാദിക്കേണ്ട. എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വരാനും ഇതുപോലെ അല്പസ്വല്പം സംസാരിക്കാനും, MBS ആശാൻ പറഞ്ഞതുപോലെ ഈ ചെറുഗ്രാമത്തിൽ വലിയ പരിഷ്കാരങ്ങളും എത്തിപ്പെടാത്ത ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര എൻ്റെ ഒരു ത്യാഗം, ഒരു പടപ്പുറപ്പാട് കളിക്കുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നരകാസുരൻ്റെ പടപ്പുറപ്പ് എത്രയോ എല്ലാം കഴിഞ്ഞിട്ടല്ലേ പടയ്ക്ക് പുറപ്പെടുന്നത്, അഭിനയിക്കുന്നത്. അന്നേരം ഈ ഊർജം നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഈ 1 കൊല്ലം കൊണ്ട് മനോജ് നിലനിർത്തിക്കൊണ്ടുവന്ന ഈ പടയ്ക്കുള്ള പുറപ്പാട്, ഈ കൾച്ചർ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഈ ഒരു ആഗ്രഹത്തിൻ്റെ ഇതിൻ്റെ ഒരു ത്വര, അത് എത്ര പ്രകീർത്തിച്ചാലും അധികമാവില്ല. ഇതിന് ഉത്തരോത്തരം ഇത് പ്രശോഭിക്കട്ടെ, നന്നായി വരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും മനോജിനുണ്ടാവട്ടെ എന്ന് ഈ ധർമ്മശാസ്താവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി മനോജിനെ അഭിനന്ദിക്കുന്നു. എല്ലാം മംഗളമാവട്ടെ. മനോജേ, മംഗളം. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ PK കൃഷ്ണനുണ്ണി രാജ അവരെ ക്ഷണിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ കലാമണ്ഡലം മനോജിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലയാമി എന്ന വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ കഥകളി പഠിപ്പിക്കുന്ന സംഘടനയുടെ 1ാമത്തെ വാർഷികത്തിൽ പങ്കെടുക്കാൻ ഇവിടെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് തന്നതിൽ മനോജിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവരും പറഞ്ഞ മാതിരി കൂടുതലൊന്നും പറയുന്നില്ല. ശ്രീ മനോജായിട്ട് എനിക്കുള്ള പരിചയം കഷ്ടിച്ച് 2005 ശേഷമാണ്. ഞാൻ വിദേശത്തായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ അന്നത്തെ കാലത്ത് കോഴിക്കോട് നമ്മുടെ നിങ്ങൾക്ക് യശശരീരനായ പ്രസിദ്ധ സംഗീതജ്ഞൻ മാധവേട്ടൻ, അതുപോലെ ഞാൻ ബഹുമാനപൂർവ്വം രാധയെടുത്തി എന്ന് വിളിക്കുന്ന രാധയെടുത്തി എല്ലാവരും കൂടി തുടങ്ങിയ നവരസം എന്ന കഥകളി ക്ലബിലൂടെയാണ് ശ്രീ മനോജിനെയായിട്ട് എനിക്ക് കൂടുതൽ പരിചയപ്പെടാൻ. ശ്രീമതി രേണുക കൂടി ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് ആ സംഘടനയിൽ പ്രവർത്തിച്ചത്. പക്ഷേ അന്ന് മുതൽക്കുള്ള പരിചയം തീർച്ചയായും ഔദ്യോഗികം മാത്രമല്ല, അത് വ്യക്തിപരവും കൂടിയായിരുന്നു. അതിനുശേഷം തോടയം കഥകളി യോഗത്തിൻ്റെ ഞാൻ മെമ്പറായ അതിനുശേഷം പ്രസിഡൻ്റായി. തോടയം കഥകളി യോഗവും മനോജുമായിട്ടുള്ള ബന്ധവും ഏറ്റവും അഭേദ്യമായ ഒന്നാണ്. കാരണം തോടയം കഥകളി യോഗത്തിൻ്റെ പല പരിപാടികൾക്കും മനോജ് വരാറുണ്ട്. ഞങ്ങളെ വളരെയധികം ഏത് നിലയിലും നമ്മളോട് സഹകരിക്കുന്നൊരു വ്യക്തിയാണ്. അതോടൊപ്പം
ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി തോടയം ഈ അടുത്ത കാലത്ത് തുടങ്ങിയ കുട്ടികളല്ല, അതിൽ ആ വൃദ്ധരടക്കണ്ട്, 70 വയസ്സ് കഴിഞ്ഞവരടക്കണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മുദ്രാ പഠന ക്ലാസ് 6 മാസമായി ഞങ്ങൾ നടത്തുന്ന ക്ലാസ് 50ഓളം പേർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൻ്റെ ആശാൻ, ഞാനും അതിലൊരു വിദ്യാർത്ഥിയാണ്, അതിൻ്റെ ആശാനും മനോജാണ്. മുദ്രകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഥകളി കാണാം, പല വേഷങ്ങളും കാണാം. പക്ഷെ എന്താണ് രംഗത്ത് അവതരിപ്പിക്കുന്ന കലാകാരന്മാരെന്ന് അറിയണമെങ്കിൽ മുദ്രയും അതിൻ്റെ പരിചയവും വേണം. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കിയൊരു ക്ലാസ്സാണ്. അതിലും മനോജ് ഞങ്ങളോടൊത്ത് വളരെ നന്നായി സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ അങ്കണത്തിൽ വെച്ച് കോവിഡ് കാലത്ത് 2020 ജൂൺ മാസത്തിൽ ഞങ്ങൾ ആദ്യമായി കേരളത്തിൽ ഓൺലൈനിലായി കഥകളി നടത്താൻ വേണ്ടി ഇതേ വേദിയായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തത്. വെറും കലാകാരന്മാരും ഞങ്ങൾ 4-5 പേരും മാത്രം. മനോജാണ് അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത്. ഇതേപോലെ ഞങ്ങളിവിടെ രാവിലെ വന്നു. അപ്പോഴാണ് അറിയുന്നത് അന്ന് ഇന്നത്തെ മാതിരിയല്ല, ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ കോവിഡ് ഉണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ സെക്യൂർഡാണ്. അപ്പോഴാണ് മനോജ് വന്ന് 12 മണിക്ക് പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു കോവിഡ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ കളിക്കാൻ ഹെൽത്ത് അതോറിറ്റി സമ്മതിക്കില്ല, പോലീസ് സമ്മതിക്കില്ല. എന്നിട്ട് അവസാന നിമിഷം ഞങ്ങളുടെ ട്രഷറർ സുരേഷ് മെനക്കെട്ടിട്ട് വേറൊരു ഹാള് മഞ്ചേരി തന്നെ സംഘടിപ്പിച്ച് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് കളി നടത്തിയത്. അത് 14,000-ഓളം പേർ അന്ന് ഓൺലൈനിലും വീഡിയോയിലും കണ്ടു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതേ തോടയം ഇന്നിപ്പോൾ തോടയത്തിൽ എൻ്റെ കൂടെ വളരെ സീനിയറായ സഹപ്രവർത്തകർ, നിങ്ങൾക്കെല്ലാവരെയും ശ്രീ വള്ളത്തോളിൻ്റെ പൗത്രൻ മദൻ മേനോനുണ്ട്, അതുപോലെ ശ്രീകുമാരൻ നെടുങ്ങാടി, അതുപോലെ യുവത്വത്തിൻ്റെ രക്ഷമായിട്ട് നമ്മുടെ സെക്രട്ടറി ശ്രീജിത്ത് മേനോൻ, ഈ നേരത്തെ പറഞ്ഞ സുരേഷ് ഒക്കെ എൻ്റെ കൂടെ വന്നത് മനോജുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഞങ്ങൾ തോടയം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അവരെല്ലാം റെപ്രസെൻറ്റേറ്റീവായി നിൽക്കുന്നു എന്നുള്ളൂ, തോടയമായിട്ടുള്ള ബന്ധമാണ്. ഒരു വാക്കും കൂടി വ്യക്തിപരമായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ഭാര്യ 10 വർഷത്തോളം മദ്രാസിൽ കലാമണ്ഡം ബാലകൃഷ്ണ വീട്ടിൽ വരുത്തിയെന്ന് അവരച്ഛൻ എസ് സാമൂരാജ കഥകളി പഠിച്ചതാണ്. കോഴിക്കോട് വന്നതിന് ശേഷം പല വേദികളിലും വേഷം കെട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് പ്രായം കാരണം 2 ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ കഴിഞ്ഞ ശേഷം നിർത്തിയത്. അന്നെല്ലാം കഥകളിക്ക് ഒരു റിഹേഴ്സൽ വേണമല്ലോ, പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റില്ല. അവർ പ്രൊഫഷൻ ഡോക്ടറാണ്. അപ്പോൾ എന്ത് വേഷങ്ങൾ എവിടെ ഉണ്ടെങ്കിലും മനോജിനെയാണ് വിളിക്കുക. മനോജ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് എത്രയോ പ്രാവശ്യം അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇന്നും ഓർമ്മയുണ്ട്, 3 വർഷം മുമ്പേ എറണാകുളത്ത് ഒരു പരിപാടിക്ക്, ഓൾ ഇന്ത്യ ലയൻസ് പരിപാടിക്ക് മനോജ് മഞ്ചേരിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി എറണാകുളത്ത് രാത്രി 7 മണിക്ക് എത്തി ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ്. അത്തരമൊരു വ്യക്തി നടത്തുന്ന ഈ കലാലയം എന്തുകൊണ്ടും കഥകളിയോടും കലയോടും ഇത്രയധികം ആത്മാർത്ഥതയുള്ളൊരു വ്യക്തി, അദ്ദേഹം നടത്തുന്ന ഈ കലയാമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിദ്യാർത്ഥികൾ നാളെ തീർച്ചയായിട്ടും കഥകളിക്ക് ഒരു മുതൽക്കൂട്ടാവും, മികച്ച കലാകാരന്മാരും ആവുമെന്നതിലും ഒരു സംശയവുമില്ല. ഈ പ്രശസ്തമായ സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര അങ്കണത്തിൽ വെച്ച് നടത്തുന്ന ഈ പരിപാടിക്ക് 2 ദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിൽ കലയാമയുടെ ലോഗോ പ്രകാശനമാണ്. ലോഗോ നൽകുന്നതിനായി ശ്രീ VK ഹരിനാരായണൻ അവർകളെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി രേണുകാവർമ്മയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ VK ഹരിനാരായണൻ അവർകളെ ക്ഷണിക്കുന്നു. കലയാമിയുടെ ഈ വേദിയിലുള്ള ബഹുമാന്യരായ ആചാര്യന്മാർ, ബാബുവേട്ടൻ, അങ്ങനെ വേദിയിലും സദസ്സിലുമൊക്കെ ഉള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളെ നമസ്കാരം.
ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിൽ ചെറിയൊരു രണ്ട് രീതിയിലുള്ള അനൗചിത്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഒരുപാട് കുട്ടികൾ വേഷം കെട്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് ഇവിടെ തുടങ്ങാനായിട്ട്. മറ്റൊന്ന്, ഞങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി വന്നപ്പോൾ ഈശപ്പള്ളി രാജവേട്ടൻ ചോദിച്ചു, അല്ല തനിക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചു. ഈ സംഭവം സത്യമാണ്, കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും അറിയില്ല. അതൊരു കുറവായിട്ടാണ് പറയണത്, അല്ലാതെ ഒരിക്കലും ഒരു അഭിമാനമായിട്ടല്ല പറയുന്നത്. കഥകളിയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ മുദ്ര കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. അപ്പം എൻ്റെ നാട്ടിൽ അപ്പോൾ കഥകളിയായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങളിപ്പോൾ കുന്നംകുളത്തുകാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഈശപ്പള്ളി രാജവേട്ടൻ്റെ നാട്ടുകാരാണ് എന്നുള്ള ഒരു അഭിമാനമാണ്, അല്ലെങ്കിൽ ഒരു ബന്ധമാണ് കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുന്നംകുളം കഥകളി ക്ലബിൻ്റെ കളിയിൽ ഈ രാജവേട്ടൻ്റെ കാലകേയവധത്തിലെ അർജുനൻ ചിട്ടപ്രധാനമായിട്ട് ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ നോക്കിയപ്പോൾ ഈ കുന്നംകുളത്ത് ഈ മാർക്കറ്റിൽ പണിയെടുക്കുന്ന ഒരിക്കലും അവിടെ പ്രതീക്ഷിക്കാത്ത ഒരാൾ, അയാളുടെ പേര് ഞാൻ സെബാസ്റ്റ്യൻ എന്ന് വെക്കട്ടെ. അപ്പോൾ ഇയാൾ അവിടെ ഇരുന്നിട്ട് ഈ കഥകളി കാണുന്നുണ്ട്, സലജോഹമൊക്കെ ആടുന്നതൊക്കെ ഇയാളിങ്ങനെ കാണുന്നുണ്ട്. രാജീവേട്ടൻ കുറേ നേരം എടുത്ത് അങ്ങോട്ട് കൈ അങ്ങോട്ടാക്കുന്നു, നോക്കുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും പിടിയില്ല, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സെബാസ്റ്റ്യനിന് എന്തെങ്കിലും കഥകളി പഠിച്ചിട്ടുണ്ടോ ഒന്നും അറിയാത്ത കാരണം കുറച്ച് കഴിയുമ്പോൾ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യം പിന്നീട് ചോദിച്ചപ്പോഴാണ് ഈ സെബാസ്റ്റ്യൻ പറഞ്ഞത്, അവിടെ തൊട്ടപ്പുറത്ത് സുന്ദരൻ നായർ എന്നുണ്ടൊരാൾ നല്ല ബജ്ജിയും വടയൊക്കെ ആയിട്ട് ചായയൊക്കെ ആയിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വാദിന് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്, പക്ഷേ കുറേ നേരം നോക്കിയിട്ടും ഈ സുന്ദരൻ നായർ ഇല്ലാത്തതുകൊണ്ട് സെബാസ്റ്റ്യൻ ആദ്യത്തെ രംഗം കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരിച്ചുപോയി. അങ്ങനെ കുറേ ആളുകൾ വന്നു. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഇങ്ങനെ എന്നെയും സെബാസ്റ്റ്യനെയൊക്കെ പോലെയുള്ള ഈ മുദമുണ്ടാക്കുന്നതാണ്, സന്തോഷമുണ്ടാക്കുന്നതാണ് മുദ്ര എന്നൊക്കെ അറിയും, അല്ലെങ്കിലും മുദ്ര എന്താണെന്നറിയാത്ത ഇങ്ങനെ കുറേ ആളുകളെ കഥകളിയിലേക്ക് ആകർഷിക്കാനായിട്ട് കുന്നംകുളം കഥകളി ക്ലബിനും അവിടെ രംഗരാജീവം എന്ന് പറഞ്ഞ പരിപാടിക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് മനോജ് മാഷിൻ്റെ നേതൃത്വത്തിൽ കുറേ കുട്ടികൾ കഥകളി അറിയുന്ന, കൃഷ്ണൻകുട്ടി ആശാൻ പറഞ്ഞ പോലെ വലിയ വലിയ ആളുകളാവണമെന്നില്ലെങ്കിലും കഥകളി അറിയുന്ന, കഥകളി മനസ്സിലാക്കുന്ന, കഥകളി കാണാൻ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന കുറേ കാണികളെയും ആസ്വാദകരെയും ഒക്കെ വാർത്തെടുക്കുന്നു, ഒരു തലമുറയെ വാർത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല മനോജ് മാഷെ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു കഥകളിയുടെ അരങ്ങിലല്ല, മുദ്രാരാക്ഷസം എന്ന് പറയുന്ന നാടകത്തിൽ സംഗീത നാടക അക്കാദമിയിൽ വെച്ചിട്ട് അമാത്യരാക്ഷസായിട്ട് അതിൻ്റെ 2ാം അവതരണത്തിൽ ആണ് മനോജ് മാഷെ കാണുന്നത്. നിരവധി ഇപ്പോൾ ഇവിടെ തെക്കൻ ചിട്ടയിൽ നിന്ന് വടക്കൻ ചിട്ടയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അദ്ദേഹം കവിതകൾ എഴുതും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ഒരു പ്രതിഭയും അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു. ബാബുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പരിഭവമുണ്ട്. എല്ലാവരും പറയുന്നു മനോജ് തൃശ്ശൂരുകാരനാണെങ്കിലും ഇവിടെ വന്ന് എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ തൃശ്ശൂർക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ഈ കഥകളി അറിയുന്ന, അല്ലെങ്കിൽ കഥകളി മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി മനോജ് മാഷ് ഏറ്റെടുക്കണം. ആ ഭാഗത്തുള്ള കുട്ടികളെയും ഇതുപോലെ കഥകളി കളിക്കുന്നവരാക്കി മാറ്റി തീർക്കണം. അങ്ങനെ പുതിയൊരു തലമുറയെ ഉണ്ടാക്കണം എന്നുകൂടി ഒരു തൃശ്ശൂർക്കാരൻ്റെ ചെറിയ പരിഭവമായിട്ട് പറയുന്നു. എല്ലാ ആശംസകളും മനോജ് മാഷിനും കലയാമിക്കും ഇവിടെ വേഷം കെട്ടുന്ന കുട്ടികൾക്കും. അതുപോലെ തന്നെ നമ്മൾ ദല്ലാളായിട്ടും പല വേഷത്തിലും കണ്ട ബാബുവേട്ടൻ ഇവിടെ കുന്തിയായിട്ട് അരങ്ങിലെത്തുന്നു. ബാബുവേട്ടനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വ്യക്തിപരമായിട്ട് ചെറിയൊരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സഹോദരിയുടെ മകനും ഇന്ന് ഒരു അരങ്ങേറ്റക്കാരനായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷമാണ്. അതിനും കാരണക്കാരൻ മനോജ് മാഷാണ്. അപ്പോൾ മാഷ്ക്ക് എല്ലാ ആശംസകളും, കലയാമയുടെ ഈ വാർഷികത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി രേണുക രവിവർമ്മ അവർകളെ ക്ഷണിക്കുന്നു.
വേദിയിലിരിക്കുന്ന ഗുരുതുല്യരും സഹോദരതുല്യരുമായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിൽ സദസ്സിലിരിക്കുന്ന കഥകളി ആസ്വാദകർ, ഇന്നിവിടെ കഥകളി അവതരിപ്പിക്കുന്ന ചെറിയ മക്കളുടെ രക്ഷിതാക്കളൊക്കെ ആയിരിക്കും, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഒരു ചെറിയ തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയത് ഒരു കഥകളി കലാകാരി എന്ന ഒരു നിലയിൽ പരിചയപ്പെടുത്തി. അത് ഇത്രയും പ്രഗത്ഭരായ കഥകളി കലാകാരന്മാരുടെ മുമ്പിൽ അങ്ങനെ ഒരു പരിചയം ആവശ്യമുണ്ടോ? കാരണം ഞാനൊന്നുമല്ല, ഞാൻ വെറും ഒരു ആസ്വാദക മാത്രമാണ് കഥകളിയിൽ. പിന്നെ കഥകളി വേഷം ചെയ്യാൻ ഇനിയൊരു ജന്മം എടുക്കേണ്ടി വന്നാലോ അത് പേടിച്ചിട്ട് എനിക്ക് മോഹമുള്ള 1-2 വേഷങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ മനോജുമായിട്ടുള്ള കലാമണ്ഡലം മനോജുമായിട്ടുള്ള ബന്ധം ചുരുങ്ങിയതൊരു 10 വർഷത്തിന് മുകളിലുള്ള ബന്ധമാണ്. കിഷനുണ്ണേട്ടൻ പറഞ്ഞതുപോലെ നവരസം കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന സംഘടനയാണ്. അന്നു മുതലുള്ള പരിചയം. ഓരോ മനുഷ്യനും നല്ല കാലം ചീത്തക്കാലം അതുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കാലം, മോശമായൊരു കാലം എനിക്കുമുണ്ടായിരുന്നു. അന്ന് എന്നെ താങ്ങി നിർത്തിയ ഒരു കൈ എന്ന് പറയുന്നത് ശ്രീ കലാമണ്ഡലം മനോജാണ്. ഈ 2 വർഷമായി കഥകളിയുടെ ഉത്ഭവസ്ഥാനമായ ഓരോ കഥകളി കലാകാരനും അരങ്ങിൽ കയറിയാൽ ആദ്യം അരങ്ങുണർത്തുന്ന വന്ദനശ്ലോകമായ മാതങ്കാനനം എന്നുള്ള വന്ദനശ്ലോകം അതിൻ്റെ ദേവതയായ മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ വെച്ച് 3 വർഷമായി ഞങ്ങൾ കഥകളി മഹോത്സവം നടത്തുന്നു. അതായത് ഈ വർഷം ആദ്യം മാർച്ചിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായ 5 ദിവസത്തെ പ്രോഗ്രാം. അന്ന് ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് 10 ദിവസം 22-ൽ 10 ദിവസം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് വളർന്ന് യാനം 2022 ഒരു മാസത്തെ പ്രോഗ്രാമായി അത് മാറുകയുമാണ് ഉണ്ടായത്. അതിൽ ഒരു സംഘാടക എന്ന നിലയിൽ മാത്രമേ എനിക്കതിലൊരു റോളുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദേവസ്വം മൃദംഗശൈലേശ്വരി ക്ഷേത്ര ദേവസ്വത്തിന് വേണ്ടി ഈ കഥകളി കലാകാരന്മാരെ മുഴുവൻ അവരുടെ നമ്പർ എടുക്കുന്നതും അവർക്ക് അനുയോജ്യമായ വേഷങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതിന് ഉപരി അവരെ, എനിക്ക് അറിയാത്ത പല കഥകളി ആർട്ടിസ്റ്റുകളും ആ ലിസ്റ്റിലുണ്ട്. അവരെയൊക്കെ വിളിക്കുവാനും അവരെന്ത് വേഷമാണ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ റോൾ നമ്മളുടെ യാനത്തിൽ എന്ന് ഉള്ള ഭാഗങ്ങൾ മുഴുവൻ എനിക്ക് തന്നത് ശ്രീ കലാമണ്ഡലം മനോജാണ്. അപ്പോൾ യാനത്തിൻ്റെ ഒരു നെടും തൂണ് എന്ന് തന്നെ പറയാം ശ്രീ മനോജിനെ. കൂടാതെ അതിൻ്റെ പിന്നിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച മനോജിൻ്റെ മകൻ ജിഷ്ണു, അതുപോലെ കോട്ടക്കൽ പ്രദീപ്, ഇവരൊക്കെ ചേർന്നതാണ് ആ യാനം. അപ്പം മനോജ് ആയിട്ട് അത്രയും ഒരു അടുത്ത ഒരു ബന്ധം ഉണ്ട്. ആ മനോജ്, എനിക്ക് സംസാരിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും അധികം അറിയില്ല. കാരണം എപ്പോഴും നമ്മൾ അണിയറയിലുള്ള ഒരു പ്രവർത്തനം മാത്രമേ എനിക്കുള്ളൂ. എന്നാലും മനോജ് വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ, ഇങ്ങനെ ഒരു കലയാമി എന്നൊരു കൂട്ടായ്മയുടെ വാർഷിക ഉദ്ഘാടന വേദിയിലിരിക്കാൻ പറ്റിയത് തന്നെ എത്രയോ വലിയ ഭാഗ്യമായി കരുതുന്നു. ഈ കലയാമി നാൾക്കുനാൾ വളരട്ടെ. ഈ പ്രദേശം മുഴുവൻ കഥകളി എന്ന ആ ഒരു വിശ്വോത്തര കല അത് ആസ്വദിക്കുവാനുള്ള ഒരു വലിയൊരു കൂട്ടം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി കരിക്കാട് ദേവസ്വം ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ ബ്രഹ്മദത്തൻ ഭട്ടതിരിപ്പാട്
അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, വാർഡ് മെമ്പർ ഗീത, ഇന്നിവിടെ സന്നിഹിതരായ ഗുരു കാരണവന്മാരെ, പ്രിയ കലാസ്നേഹികളെ, ശരണമയ്യപ്പ, ഹരഹരോ ഹരഹര. ഉദ്ഘാടക പ്രസംഗത്തിൽ പറഞ്ഞു സ്ഥിരോത്സാഹിയായ മനോജ് എന്ന്. അങ്ങനെ സ്ഥിരോത്സാഹിയായ ഒരു വ്യക്തിയുടെ നേതൃപാടവം നമുക്കിവിടെ നോക്കാം. അന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള കലയുടെ ഗുരുക്കന്മാരെ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ വന്നവർ, വരാൻ പോകുന്നവർ, അല്ലാതെ തന്നെ ആശീർവദിച്ച ഒരുപാട് കലാകാരന്മാരുടെ ഹൃദയം നിറഞ്ഞ ആശീർവാദം, തട്ടകത്തുള്ളവരെ എന്നും ചേർത്ത് പിടിച്ച കരിക്കാട് സ്വാമിമാരുടെ അനുഗ്രഹം, ഇതിനൊക്കെ പുറമെ കലയെ സ്നേഹിച്ച